രാജേന്ദ്രൻ നിർത്തിയിടത്തു നിന്ന് തുടങ്ങുക എന്നത് ഏറെ ക്ലേശകരമായ ഒരു സംഗതിയാണ്. വലിയ ഒരു പേമാരിക്ക് ശേഷം ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. എങ്കിലും യോഗ നടപടി എന്ന നിലയിൽ, നിയുക്തമാക്കപ്പെട്ട കർത്തവ്യം എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഈ രാഷ്ട്രീയ ജാഥയുടെ ഉദ്ദേശത്തെപ്പറ്റി നിങ്ങളോട് വിശദമായി പറയേണ്ട ആവശ്യമില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികളെപ്പറ്റി ജനങ്ങളോട് വിശദീകരിക്കുക, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4.25 വർഷക്കാലമായി കേരളത്തിനുമേൽ പതിച്ച ഇടുത്തിയായ പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തുറന്നു കാണിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യം. കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത ജനോപകാരപ്രദമായ പദ്ധതികളുമായാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ ഭരണം മുന്നേറുന്നത്. അതേസമയം മലയാളിയുടെ മുന്നിൽ ഒരു താരതമ്യത്തിന് ഒരു ഭരണകൂടം എങ്ങനെയാകരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി പിണറായി വിജയന്റെ 4.25 വർഷത്തെ ഭരണവും നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമ്പോ എന്തായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇന്നെന്താണ് നമ്മുടെ അവസ്ഥ? ഈ രണ്ട് താരതമ്യങ്ങൾ നടത്തുമ്പോഴാണ് ഈ രാജ്യത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് നരേന്ദ്രമോദി എന്ന നേതാവ് എത്രമാത്രം വേണ്ടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോ ഈ രാജ്യത്ത് വെറും 37% വീടുകളിൽ മാത്രമായിരുന്നു പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള അടച്ചുറപ്പുള്ള ഒരു സംവിധാനമുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ 60 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ ഭരിച്ച കോൺഗ്രസിന് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ പറ്റിയുള്ള ചിന്ത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സംവിധാനമില്ലാത്ത തരത്തിലേക്ക് ഈ നാട് അധപ്പതിച്ചത്. ഒരുപക്ഷെ മലയാളികൾ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നാം കണ്ടിട്ടുണ്ടാകും, അതിരാവിലെ റെയിൽവേ ട്രാക്കുകളിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാനായി നിരന്നിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ കണ്ട് നെറ്റിച്ചുളിച്ച മലയാളികളാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യക്കാരന് സ്വന്തമായ ഒരു കക്കൂസ് പോലുമില്ലാത്ത അപരിഷ്കൃതനായാണ് നമ്മൾ അവരെയൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ആരാണ് അവരെ ഈ ഗതികേടിലേക്ക് തള്ളിവിട്ടത് എന്ന് നാം ആരും ചിന്തിച്ചില്ല. 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഒരു സർക്കാരും ഒരു പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രീയ കക്ഷിയും തിരക്കിയില്ല ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായവന് അടച്ചുറപ്പുള്ള ഒരു ശൗചാലയമുണ്ടോ എന്നുപോലും തിരക്കാനുള്ള സാമാന്യ മര്യാദ, പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും ഇല്ലാത്ത സർക്കാരുകളായിരുന്നു നമ്മളെ കഴിഞ്ഞ 60 വർഷമായി ഭരിച്ചത്. അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിനായി ഒരു മറവറ്റി ഓടുന്ന ആ ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തെ ആരാണ് തള്ളിവിട്ടത്? എന്തുകൊണ്ടാണ് 60 വർഷം ഭരിച്ച ഒരു ഭരണകൂടവും ഈ നാട്ടിലെ സാധാരണക്കാരനായവന്റെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും പരിഗണിക്കാതിരുന്നത്? അവിടെയാണ് ബിജെപിയുടെ ഭരണവും കോൺഗ്രസിന്റെ ഭരണവും തമ്മിൽ വ്യത്യസ്തമാകുന്നത്. കോൺഗ്രസുകാരുടെ ഭരണം ഒരു കുടുംബത്തിനു വേണ്ടിയോ പരമ്പരാഗതമായ അധികാര കൈമാറ്റത്തിനു വേണ്ടിയോ ആകുമ്പോ അവസാന വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളെയും ഗൗനിക്കുന്ന ഭരണമാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 6 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കിയപ്പോ ഈ നാട്ടിലെ 100
100% വീടുകളിലും അടച്ചുറപ്പുള്ള ഒരു ശൗചാലയം എത്തിക്കാൻ സാധിച്ചു. 37% നിന്നും 100%ത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തിയതുകൊണ്ട് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്കുണ്ടായിരുന്ന സാംക്രമിക രോഗങ്ങളടക്കം പരിഹരിക്കാൻ നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചു. നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോ ഈ രാജ്യത്തെ 55% വീടുകളിൽ മാത്രമായിരുന്നു ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ പുകയില അല്ലെങ്കിൽ പുക കൊണ്ടുള്ള രോഗം ബാധിക്കുന്നത് സ്ത്രീകളെയായിരുന്നു. നമ്മുടെ നാട്ടിലെ സ്ത്രീകളാരും പുക വലിച്ചതുകൊണ്ടായിരുന്നില്ല അവർക്ക് ഈ രോഗം ഉണ്ടായത്. ലോകാരോഗ്യ സംഘടന പറയുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് പുക കൊണ്ടുള്ള അർബുദം ഉണ്ടാകുന്നത് കൂടുതലും സ്ത്രീകളിലാണ്. എന്താ അതിന് കാരണം? അടുപ്പിൽ നിന്നുള്ള പുകയായിരുന്നു നമ്മുടെ നാട്ടിലെ അമ്മമാരെയും സഹോദരിമാരെയും അർബുദം പോലെയുള്ള മാരക രോഗങ്ങളിലേക്ക് തള്ളിവിട്ടത്. ഇന്ന് നരേന്ദ്രമോദിയുടെ ഭരണം 5 വർഷം പൂർത്തിയാക്കി 6ാം വർഷത്തിലേക്ക് പോകുമ്പോ രാജ്യത്തെ 100% വീടുകളിലും സൗജന്യമായി LPG കണക്ഷൻ എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ കേവലം 55% ജനങ്ങൾക്ക് മാത്രമായിരുന്നു ബാങ്കിംഗ് സംവിധാനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നത്, അല്ല എങ്കിൽ സ്വന്തമായൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ആരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്നും ബാങ്കിംഗ് സംവിധാനത്തിൽ യാതൊരു പങ്കാളിത്തവും വേണ്ട എന്ന് തീരുമാനിച്ചത്? 1984 ശേഷം ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഈ രാജ്യം ഇന്നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി 1 രൂപ ചെലവഴിക്കുമ്പോ കേവലം 13 പൈസ മാത്രമായിരുന്നു അർഹതപ്പെട്ടവന്റെ കൈകളിൽ എത്തിയിരുന്നത് എന്നാണ് ആസൂത്രണ കമ്മീഷന്റെ പഠനം വ്യക്തമാക്കിയത്. 1984 ശേഷം എത്രയോ വർഷങ്ങൾ ഈ രാജ്യത്തുണ്ടായി. പക്ഷെ ഒരാൾ പോലും ഈ ഇടനിലക്കാർ തട്ടിയെടുക്കുന്ന 87% പണത്തെ പറ്റി ആരും ബോധവാന്മാരായില്ല. 100 രൂപ ചെലവഴിച്ചാൽ 87 രൂപയും 87 രൂപയും ഇടനിലക്കാരുടെയും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരുടെയും പോക്കറ്റുകളിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥയായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബാങ്കിംഗ് സംവിധാനം ഉണ്ടാകണം, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ജൻധൻ അക്കൗണ്ടുകൾ തുറന്ന് ഈ രാജ്യത്തെ 100% ജനങ്ങളെയും ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെടുത്തിയതും നരേന്ദ്രമോദിയായിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കർഷകർക്കായാലും വീട്ടമ്മമാർക്കായാലും സാധാരണക്കാരനായാലും തൊഴിലാളിക്കായാലും ഒരു ഇടനിലക്കാരന്റെയും ഔദാര്യമില്ലാതെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന സംവിധാനമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 60 വർഷമായി നമ്മെ ഭരിച്ചവർക്കൊന്നും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സാധാരണക്കാരനെ പറ്റി ചിന്തിക്കാൻ ഇന്നത്തെ ഒരു പ്രധാനമന്ത്രിയും തയ്യാറായില്ല. ലോകത്താദ്യമായാണ് ഒരു പ്രധാനമന്ത്രി സ്ത്രീകളുടെ ആർത്തവത്തെ പറ്റി സംസാരിച്ചത്. നാം ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? ഒരു രാഷ്ട്രത്തലവൻ ആ നാട്ടിലെ സഹോദരിമാര് അനുഭവിക്കുന്ന ശാരീരികമായ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി? ലോക ചരിത്രത്തിൽ ആദ്യമായി നരേന്ദ്രമോദിയാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും അനുഭവിക്കുന്ന ശുചിത്വമില്ലായ്മയെ പറ്റി സംസാരിച്ചത്. ഉത്തരേന്ത്യയിലെ പല വീടുകളിലും ആർത്തവ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നിരവധിയായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി സാനിറ്ററി നാപ്കിൻ 1 രൂപയ്ക്ക് കൊടുക്കാൻ നരേന്ദ്രമോദി തീരുമാനമെടുത്തപ്പോ അതല്ലേ ലോകത്ത് സംഭവിച്ച വലിയ വിപ്ലവങ്ങളിൽ ഒരെണ്ണം. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ വെറും തീരുമാനം മാത്രമായിരുന്നില്ല, മാസങ്ങൾ കൊണ്ട് തന്നെ താഴെ ഗ്രാമങ്ങളിൽ വരെ എത്തുന്ന നടപ്പാക്കൽ സംവിധാനവും നരേന്ദ്രമോദി നടപ്പാക്കി എന്നതാണ് യാഥാർത്ഥ്യം. വെറും പ്രഖ്യാപനങ്ങളായിരുന്നില്ല, പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും 1-2 മാസങ്ങൾക്കുള്ളിൽ താഴേക്കടയിലുള്ള എല്ലാ ജനങ്ങൾക്കും അനുഭവവേദ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. അതുകൊണ്ടാണ്
5 വർഷങ്ങൾക്ക് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി പൂർവാധികം ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിയെ ഈ നാട്ടിലെ സാധാരണക്കാര് അധികാരത്തിൽ എത്തിച്ചത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെ പറ്റി പറയുമ്പോ എന്താ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ? അവർക്ക് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. അതിനുവേണ്ടി എന്താ അവർ ചെയ്യുക? എന്തു കള്ളവും പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികള് അധപ്പതിച്ചു എന്നതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളെ അവരിന്ന് തുറന്നെതിർക്കുന്നത് ആ പരിഷ്കാരത്തിൽ അദ്ദേഹം നടപ്പാക്കിയ പുതിയ നിയമങ്ങളിൽ ഒക്കെ എന്തെങ്കിലും ജനദ്രോഹപരമായ കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഈ നിയമം നടപ്പായാൽ, ഈ പരിഷ്കാരം നടപ്പായാൽ തങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് മുഴുവൻ കളവാണ് എന്നും ഞങ്ങളൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചെയ്തില്ല എന്നും സാധാരണക്കാരൻ മനസ്സിലാക്കുമെന്ന ഭീതി കൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിനെതിരെ അപവാദം പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകുന്നത്. ഇന്ന് ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുകയാണ് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ. അതിനുവേണ്ടി അവരെന്താ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പൗരത്വ നിയമം നടപ്പാക്കിയപ്പോൾ എന്തായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു കലാപം? എന്തൊക്കെയാ പറഞ്ഞത്? ഈ രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത ഒരു നിയമം, വിദേശത്തുള്ള ഭാരതീയർക്ക് ഭാരത പൗരത്വം നൽകുന്ന ഒരു നിയമം നടപ്പാക്കിയപ്പോ ഈ നാട്ടിലെ കോൺഗ്രസും ഒരറിയിപ്പ്. നമ്മുടെ വിജയയാത്ര അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുന്നതാണ്. വിജയയാത്ര സ്വീകരിക്കുന്നതിന് വേണ്ടി ആ പിറകിൽ നിൽക്കുന്ന ആ പ്രവർത്തകർ ഉടൻ തന്നെ ഇരിട്ടി പാലത്തിന് അടുത്തേക്ക് പോകേണ്ടതാണ്. അതുപോലെ തന്നെ വിജയയാത്ര സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായ ബൈക്ക് റാലിയിൽ അണിനിരക്കേണ്ട പ്രവർത്തകർ ഉടൻ തന്നെ അങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പോ പൗരത്വ നിയമം നടപ്പാക്കിയപ്പോ എന്താ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞത്? ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ പൗരത്വമിത നരേന്ദ്രമോദി ഇല്ലാതെയാക്കാൻ പോകുന്നു. ഈ നാട്ടിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ രാജ്യത്ത് നിന്ന് ഓടിപ്പോകേണ്ട ഗതികേടുണ്ടാകും. അന്ന് ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞു, ഇത് ഭാരതീയരെ ഉദ്ദേശിച്ചുള്ള നിയമമല്ല, മറിച്ച് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അകപ്പെട്ടുപോയ പഴയ ഭാരത പൗരന്മാർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്, ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള നിയമമല്ല എന്ന്. പക്ഷെ എന്തായിരുന്നു നടന്നത്? നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളെ മുഴുവൻ കലാപത്തിൽ ആഴ്ത്തുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ കക്ഷികൾ തയ്യാറായത്. വിദേശ സഹായം സ്വീകരിച്ചുകൊണ്ട്, ഭീകര സംഘടനകളുടെ പോലും സഹായം സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള ശ്രമമായിരുന്നു ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം കണ്ടത്. ഇപ്പോൾ സമാനമായ മറ്റൊരു കാഴ്ചയിലൂടെയാണ് വീണ്ടും രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക നിയമം നടപ്പാക്കി. എന്താ കാർഷിക നിയമത്തിൽ പറയുന്നത്? ഏതൊരു കർഷകനും അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഇടനിലക്കാരൻ പറയുന്നിടത്തല്ല, മറിച്ച് കർഷകന് കൂടുതൽ വില കിട്ടുന്നിടത്ത് വിൽക്കാം. ഇത് മാത്രമേ ഉള്ളൂ കാർഷിക നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. എന്തേ കഴിഞ്ഞ 60 വർഷക്കാലമായി ഈ രാജ്യം ഭരിച്ച ഒരാൾ പോലും ഇതേപ്പറ്റി ചിന്തിക്കാതിരുന്നത്? നാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്തു വിലയ്ക്ക് എവിടെ വിൽക്കണമെന്നുള്ള സ്വാതന്ത്ര്യം ആർക്കാണ് നൽകേണ്ടത്? ഇടനിലക്കാരനാണോ തീരുമാനിക്കേണ്ടത്? എന്റെ ഉൽപ്പന്നം, എന്റെ പറമ്പിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന വിള അത് ഏത് വിലയ്ക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കർഷകന് നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. കർഷകനെ ശാക്തീകരിച്ചു. കർഷകന്റെ വരുമാനം 2 ഇരട്ടിയാക്കുമെന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. അതിനുള്ള സുപ്രധാനമായ ചുവടുവയ്പായിരുന്നു കാർഷിക നിയമം. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വിൽക്കാം. ഒരു ഇടനിലക്കാരനും നിങ്ങളെ തടയാൻ സാധ്യമല്ല. നിങ്ങളുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല. കശ്മീരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ കണ്ണൂരിൽ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം, കണ്ണൂരിൽ ഉണ്ടാക്കുന്ന വാഴക്കൊല അങ്ങ് കൊൽക്കത്തയിൽ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം, കണ്ണൂരിൽ 1 കിലോ വാഴക്കൊലയ്ക്ക് 1 കിലോ കായ്ക്ക് 15 രൂപ കിട്ടുമ്പോൾ കൊൽക്കത്തയിൽ 35 രൂപ കിട്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചും ഇത് കച്ചവടം ചെയ്യാം. അല്ലെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് വരുന്ന വ്യാപാരിക്ക് നിങ്ങൾക്കിത് കൈമാറ്റം ചെയ്യാം.
ഇതാണ് ഇന്നത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ വലിയ വായിൽ നിലവിളിക്കുന്ന കാർഷിക നിയമം. ഇതിലെവിടെയാ കർഷക വിരുദ്ധമായ നിലപാടുള്ളത്? ഇന്ന് ഇന്നാട്ടിലെ മാധ്യമങ്ങളെയും പ്രതിപക്ഷ കക്ഷികളെയും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഈ രാജ്യത്തെ മുഴുവൻ കർഷകരും തെരുവിലാണെന്നാണ് അവർ ഇത്ര നാളും പറഞ്ഞത്. പക്ഷെ നാം ഒന്ന് ശ്രദ്ധിച്ച്, ആരാ ഈ കർഷക നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവര്? ഈ കർഷക നിയമത്തിനെതിരെ സമരം ചെയ്യുന്നത് പഞ്ചാബിൽ നിന്നുള്ള ഒരു കൂട്ടം കർഷകരെന്ന് പറയുന്നവര് മാത്രമാ. ഇന്ന് ദില്ലിയിൽ നടന്നത് കർഷക സമരമല്ല, മറിച്ച് ഇടനിലക്കാരന്റെ സമരമാണ്. അതൊരു ദല്ലാൾ സമരമാണ് നടന്നത്. കാരണം എന്താ? കർഷകനെ ചൂഷണം ചെയ്ത്, കർഷകനെ പ്രലോഭിപ്പിച്ച്, കർഷകനെ പറ്റിച്ച് ഈ വിള മുഴുവൻ കൈക്കലാക്കിയിരുന്നത് ഇടനിലക്കാരനായിരുന്നു. നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓരോ വിളയ്ക്കും അതിന്റെ ഉൽപാദകൻ എന്ന നിലയിൽ, അധ്വാനിക്കുന്നവൻ എന്ന നിലയിൽ കർഷകന് എത്ര രൂപയാ കിട്ടുന്നത്? നാമമാത്രമായ തുക മാത്രമാണ് കർഷകന് ഇടനിലക്കാര് കൈമാറുന്നത്. പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഈ നിയമം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ഇടനില നിൽക്കുന്നവർക്ക് നഷ്ടമുണ്ടാകും. ഇടനിലക്കാർക്ക് വലിയ സാമ്പത്തിക ലാഭം കിട്ടില്ല. കാരണം കർഷകന് വിലപേശാനുള്ള അധികാരമാണ് സർക്കാർ നൽകിയത്. കർഷകന് അവന്റെ ഉൽപ്പന്നത്തിന് എത്ര വില വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ് നരേന്ദ്രമോദി നൽകിയത്. അതിനെതിരെ ദല്ലാളുമാര് തെരുവിലിറങ്ങിയതാണ് ദില്ലിയുടെ തെരുവുകളിൽ നാം കണ്ടത്. എന്തായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്? രാജ്യത്തെ കർഷകർ മുഴുവൻ ഇതാ ദില്ലിയുടെ തെരുവോരങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതിശൈത്യത്തെയും അവഗണിച്ചുകൊണ്ട് അവര് സമരത്തിലാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ജനുവരി 26-ന് പൂച്ച് പുറത്തു വന്നു, അല്ലെ? ജനുവരി 26 നാം കണ്ടു ആരാണ് കർഷകർ, എന്താണ് കർഷക സമരത്തിന്റെ പിന്നാമ്പുറത്ത് നടന്നത്, ആരാണ് കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയത്. ഇതിനൊക്കെ രാജ്യത്തിന് ഉത്തരം കിട്ടിയത് ജനുവരി 26-നായിരുന്നു. അതെന്താ സംഭവിച്ചത്? ജനുവരി 26-ാം തീയതി ഈ മഹത്തായ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോ കർഷകരോട് സർക്കാർ പറഞ്ഞു, നിങ്ങൾ സമരം നിർത്തിവെക്കണം. കാരണം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ദില്ലിയിലെ തെരുവുകളിൽ നിന്നും നിങ്ങൾ പ്രക്ഷോഭം ഒഴിവാക്കണം. സാധ്യമല്ല എന്ന് കർഷകർ പറഞ്ഞു, അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി സംസാരിച്ചവർ പറഞ്ഞു. ഒടുവിൽ എന്തു ചെയ്തു? ദില്ലി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസും കർഷകരും തമ്മിൽ ചർച്ച നടത്തിയിട്ട് 16 വ്യവസ്ഥകൾ എഴുതിയുണ്ടാക്കി കർഷകർക്ക് റിപ്പബ്ലിക് ദിന ദിവസവും സമരം നടത്താൻ അവകാശം കൊടുത്തു, അനുമതി നൽകി. പക്ഷേ എന്താ പറഞ്ഞത്? 16 നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ സമരം നടത്തുമ്പോൾ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന 8 മണി മുതൽ 12 മണി വരെയുള്ള സമയം ഒഴിവാക്കണം. 12 മണിക്ക് ശേഷമേ നിങ്ങൾ ട്രാക്ടർ റാലി നടത്താൻ പാടുള്ളൂ. 5000 ട്രാക്ടറുകൾ കൊണ്ടുവരാം. ഒരു ട്രാക്ടറിൽ 3 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. കർഷകർക്ക് ആവശ്യമായ ഭക്ഷണം നിങ്ങൾ കരുതണം തുടങ്ങി 16 നിർദ്ദേശങ്ങളുമായാണ് ദില്ലി പോലീസുമായി കർഷക സംഘടനകൾ കരാറിൽ ഏർപ്പെട്ടു. പക്ഷേ ദൗർഭാഗ്യവശാൽ എന്തായിരുന്നു ജനുവരി 26-ന് നടന്നത്? രാവിലെ 8 മണിക്ക് നമ്മുടെ രാജപാതയിൽ അല്ലെങ്കിൽ രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് തുടങ്ങിയ അതേ സമയത്ത് കർഷകർ അവരുടെ ട്രാക്ടർ റാലി തുടങ്ങി. കരാറിന്റെ ആദ്യ ലംഘനം. കരാർ ലംഘിക്കപ്പെട്ടു. 12 മണിക്ക് മാത്രം റാലി നടത്താൻ അനുമതി ഉണ്ടായിരുന്ന കർഷകര് 8 മണിയായപ്പോഴേക്കും റാലിയുമായി തെരുവിലെത്തി. എന്നിട്ട് എന്താ ചെയ്തത്? പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകൾക്ക് നേരെ ട്രാക്ടർ ഓടിച്ചു കയറ്റി. ട്രാക്ടർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമം നടത്തി. പോലീസിനെ അതിക്രൂരമായി ആക്രമിച്ചു. മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു. കണ്ണിൽ കണ്ടത് മുഴുവൻ തകർത്തു. നാം ഒന്ന് ആലോചിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം, ഇന്ത്യൻ രാഷ്ട്രപതി അടക്കം തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ അകലെ റോഡിൽ തെരുവിലിരിക്കുമ്പോഴാണ് കർഷകർ സായുധ കലാപത്തിന് ശ്രമം നടത്തി രാജ്പഥിലേക്ക് കടക്കാൻ അക്രമം നടത്തിയത്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു?
റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രത്തിലേക്ക് ട്രാക്ടർ ഓടിച്ചു കയറ്റി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ ഇല്ലാതെയാക്കുക. മറിച്ച് എന്താ നാം കരുതേണ്ടത്? സ്വാഭാവികമായും ഈ സമരം ഇളക്കി വിട്ടവർ വിചാരിച്ചത് ഇത്ര വലിയ അതിക്രമത്തിന് കർഷകർ തയ്യാറാകുമ്പോ പോലീസ് വെടിവെക്കും. കേരളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ, നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്തെ പരിയാരത്ത് നാം കണ്ടതാണ്. ഒരു മന്ത്രിയെ തടയാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത വെടിവയ്പും അതിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയൊക്കെ കഥ നമുക്കറിയാം. ഇതേ അനുഭവമുള്ളവരാണ് ദില്ലിയിലും കലാപത്തിന് ശ്രമിച്ചത്. അവര് വിചാരിച്ചു നരേന്ദ്രമോദിയുടെ പോലീസും പട്ടാളവും ചേർന്ന് നൂറുകണക്കിന് കർഷകരെ വെടിവെച്ച് കൊല്ലുമെന്ന് ധരിച്ചു. ഒന്നും സംഭവിച്ചില്ല. കർഷകര് ചെങ്കോട്ടയെ ആക്രമിച്ചു. ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ റെഡ് ഫോർട്ടിന് നേരെ, ചരിത്ര സ്മാരകമായ റെഡ് ഫോർട്ടിന് നേരെ കർഷക അക്രമമുണ്ടായി. റെഡ് ഫോർട്ടിൽ ഉയർത്തിയിരുന്ന ദേശീയ പതാക വലിച്ചെറിഞ്ഞു. അവിടേക്ക് വിഘടനവാദികളായ, തീവ്രവാദികളായ ഖാലിസ്ഥാൻ സംഘടനയുടെ പതാക ഉയർത്തി. ഇതൊക്കെ നാം മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. ഇതൊന്നും നരേന്ദ്രമോദി പറഞ്ഞതല്ല, ബിജെപിക്കാരി വ്യാജ പ്രചരണം നടത്തുന്നതല്ല. മറിച്ച് ഈ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളിൽ കൂടിയും ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഭാരതത്തിന്റെ അഭിമാനമായ ത്രിവർണ്ണ പതാക വലിച്ചെറിഞ്ഞ് അവിടേക്ക് ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനയുടെ പതാക ഉയർത്തി. എന്താ മാധ്യമങ്ങൾ പറഞ്ഞത്? നിരപരാധികളായ കർഷകർ, പാവങ്ങളായ കർഷകർ, നിരക്ഷരരായ കൃഷിക്കാർ, നമുക്ക് അന്നം തരുന്ന കൃഷിക്കാർ, ഇങ്ങനെയൊക്കെയായിരുന്നു ഈ സമരത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ രാജ്യത്തിന് നാം പറയുന്നത് പോലെ ഇതൊരു ദേവഭൂമിയാണെന്ന് തെളിഞ്ഞ ദിവസങ്ങളാണ് പിന്നീട് നടന്നത്. ഈ രാജ്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പിന്നീട് തെളിഞ്ഞു. കാരണം റിപ്പബ്ലിക് ദിനത്തിൽ നടത്താൻ ഉദ്ദേശിച്ച കലാപത്തിന്റെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ അതിന്റെ രൂപരേഖ കലാപകാരികളുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ പൊതുമാധ്യമത്തിലെത്തി. നമുക്കറിയാം, ട്വിറ്റർ എന്ന് പറയുന്ന ആധുനികമായ ഒരു സങ്കേതമുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് പോലെ മറ്റൊരു സാമൂഹ്യ മാധ്യമമാണ് ട്വിറ്റർ. ആ ട്വിറ്ററിൽ സ്വീഡൻകാരിയായ ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്ന 19 വയസ്സുള്ള പെൺകുട്ടി, എന്താ ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകയ്ക്ക് ഭാരതത്തിലെ കർഷകരുടെ കാര്യത്തിൽ ഇത്ര ആശങ്ക? സ്വാഭാവികമാണ്, പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിൽ അവർ ഇടപെട്ടു, ശരി. പക്ഷേ അവരുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ഈ രേഖ പുറത്തു വന്നു. എന്താ ആ രേഖയിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ജനുവരി 26-ാം തീയതി ഭാരതത്തിന്റെ തെരുവുകളിൽ കലാപം നടത്തേണ്ടത് എന്നതിന്റെ വ്യക്തമായ രൂപരേഖയായിരുന്നു ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്ന 19 വയസ്സുകാരിക്ക് പറ്റിയ കയ്യബദ്ധത്തിലൂടെ ഈ നാട് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നാം അന്ന് വീണ്ടും മനസ്സിലാക്കുകയാണ്. അതോടുകൂടി മാധ്യമങ്ങൾ വൈക്കുമാറ്റി. ഇന്നലെ വരെ കർഷകരായിരുന്നെങ്കിൽ ഇന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഏജൻസികളുടെ സാന്നിധ്യം വെളിവായതോടുകൂടി കർഷകരുടെ സമരം എന്നതിൽ നിന്നും മാധ്യമങ്ങൾ പിൻവാങ്ങി. പിന്നെ ആരായി സമരത്തിന് ആഹ്വാനം ചെയ്തത്? മിയ ഖലീഫ എന്ന് പറയുന്ന അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീ. പിന്നീടാണ് ഭാരതം ഞെട്ടലോടെ മനസ്സിലാക്കിയത്, ഒരു ട്വീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്വിറ്ററിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യാൻ 2.5 കോടി രൂപയായിരുന്നു ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്ന 19 വയസ്സുകാരിക്കും മിയ ഖലീഫ എന്ന് പറയുന്ന അശ്ലീല സിനിമകളിൽ അഭിനയിക്കുന്ന സ്ത്രീക്കും ഈ നാട്ടിലെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ എത്തിച്ചു കൊടുത്തത്. അപ്പൊ ഖാലിസ്ഥാൻ തീവ്രവാദികളായിരുന്നു ഈ സമരത്തിന്റെ പിന്നാമ്പുറത്ത് പങ്കെടുത്തത്. അവരായിരുന്നു സമരം ആസൂത്രണം ചെയ്തത്. എന്താ സമരത്തിന്റെ ലക്ഷ്യം? നിങ്ങൾക്ക് കർഷകരുടെ നന്മയാണ് ലക്ഷ്യമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ 13 തവണ ചർച്ച നടത്തി. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് കേരളത്തിന്റെ യുവത്വം തെരുവിലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെറുപ്പക്കാർ മുട്ടിലിഴയുകയാണ്. എന്താ അവരുടെ ആവശ്യം? ഞങ്ങൾക്ക്
അവകാശപ്പെട്ട ജോലി തരണം. അത്രയേ ഉള്ളൂ. പഠിച്ച് കഷ്ടപ്പെട്ട് സർക്കാർ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഞങ്ങളെ സർക്കാർ സർവീസിൽ എടുക്കണം. ന്യായമായ ആവശ്യം. പക്ഷേ യുവാക്കൾ തെരുവിൽ മുട്ടിലിഴഞ്ഞിട്ടും സെക്രട്ടേറിയറ്റിൽ വാണരുന്ന പിണറായി തമ്പുരാൻ കണ്ണു തുറന്നില്ല. എന്താ പറഞ്ഞത്? ഡിവൈഎഫ്ഐയുമായി ചർച്ച നടത്താൻ ആട്ടിയിറക്കി വിട്ടു. പക്ഷേ ഫാസിസ്റ്റായ നരേന്ദ്രമോദിയോ? ഫാസിസ്റ്റായ നരേന്ദ്രമോദി, നരാധമനായ നരേന്ദ്രമോദി കർഷകരുമായി ചർച്ച ചെയ്യാൻ ക്യാബിനറ്റ് മന്ത്രിമാരടക്കം 3 അംഗ സംഘത്തെ നിയോഗിച്ചു. ഒന്നല്ല, രണ്ടല്ല, 13 തവണ ചർച്ച നടത്തി കർഷകരുമായി. എന്താ കർഷകരുടെ ആവശ്യം? നാം ഒരു ചർച്ചയ്ക്ക് പോകുമ്പോ കർഷകരോട് സർക്കാർ പറഞ്ഞു, ഈ നിയമത്തിൽ നിങ്ങൾക്ക് എന്താണ് പരാതി? ഈ നിയമത്തിൽ എന്താണ് കർഷക വിരുദ്ധം? ചൂണ്ടിക്കാണിക്കണ്ടേ? ആരോപണം ഉന്നയിക്കുന്നവർക്ക് ആ ബാധ്യതയില്ലേ? ഈ നിയമം കർഷക വിരുദ്ധമാണ് എന്ന് പറയുന്നവരോട് ഭാരതീയ ജനതാ പാർട്ടിയും സർക്കാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയും അടക്കമുള്ളവര് 1000 തവണ ചോദിച്ചു, ഈ നിയമത്തിൽ കർഷക വിരുദ്ധമായ ഒരു വാക്ക് ചൂണ്ടിക്കാണിക്കാൻ. നാളിതുവരെ കഴിഞ്ഞ 100 ദിവസമായി സമരം നടത്തുന്ന ഒരു സമര പോരാളിക്കും ഈ ബില്ലിലെ കർഷക വിരുദ്ധമായ ഒരു വാക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ല. എന്നിട്ടും സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ചർച്ച നടത്താൻ തയ്യാറാണ്. ഈ നിയമത്തിലെ ഓരോ വാക്കും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വരിയെപ്പറ്റിയും ചർച്ച ചെയ്യാം. കർഷകർക്ക് സമ്മതമല്ല. അവരെന്താ പറഞ്ഞത്? നിയമം പിൻവലിക്കണം. അതെങ്ങനെയാ സാധിക്കുക? നാം ഒരു ചർച്ചയ്ക്ക് പോകുമ്പോ ഒരു അനുരഞ്ജനത്തിന്റെ പാത എന്ന നിലയിൽ സർക്കാർ ഒരു നിർദ്ദേശം കൂടി മുൻപോട്ടേക്ക് വെച്ചു. വേണമെങ്കിൽ നിയമം നടപ്പാക്കുന്നത് 1 വർഷത്തേക്ക് റദ്ദാക്കാം, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഈ നിയമം ഞങ്ങൾ റദ്ദു ചെയ്യാം. അതിനുശേഷം ഇതേപ്പറ്റി നമുക്ക് പഠിക്കാം. കർഷകരെ സുപ്രീം കോടതിയിൽ പോയി നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി പറഞ്ഞു സാധ്യമല്ല. മറിച്ച് പിന്നെന്താ സുപ്രീം കോടതി പറഞ്ഞത്? രാജ്യത്തിന്റെ പരമോന്നതമായ കോടതി പറഞ്ഞു, ഈ നിയമത്തിനെ പറ്റി കർഷകർക്ക് സംശയമുണ്ടോ എങ്കിൽ വിദഗ്ധന്മാർ ഈ നിയമത്തെ പറ്റി പഠിക്കട്ടെ. കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതം. വിദഗ്ധന്മാർ പഠിക്കട്ടെ, അവർ പറയട്ടെ. അതിനുശേഷം നമുക്ക് നിയമം നടപ്പാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. സ്വാഭാവികമായും സമരം അവിടെ തീരേണ്ടതല്ലേ? എന്താ കർഷക സംഘടനകൾ പറഞ്ഞത്? അതും പറ്റില്ല. വിദഗ്ധന്മാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിദഗ്ധ സമിതി വേണ്ട. നിങ്ങൾ നിയമം പിൻവലിക്കണം. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും സർക്കാരും പറഞ്ഞത്, അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നിയമത്തിന്റെ പ്രശ്നമല്ല, കർഷക വിരുദ്ധമെന്ന ആശങ്കയല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയോടുള്ള അസഹിഷ്ണുതയാണ്. നിങ്ങളുടെ പ്രശ്നം നരേന്ദ്രമോദിയുടെ സ്വീകാര്യതയാണ്. നിങ്ങളുടെ പ്രശ്നം നരേന്ദ്രമോദിയുടെ ജനപ്രിയതയാണ്. നിങ്ങളുടെ പ്രശ്നം നരേന്ദ്രമോദി നടപ്പാക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികളാണ്. കാരണം മോദി ഇങ്ങനെ ജനോപകാരപ്രദമായ പദ്ധതികളൊക്കെ നടപ്പാക്കിയാൽ അമ്മയും മോനുമടക്കം, അമ്മയ്ക്കും മോനും അടുക്കള വേല ചെയ്തു കൊടുക്കുന്ന മറ്റു പലരും അടക്കമുള്ളവർക്ക് തൊഴിലില്ലാതാകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് നരേന്ദ്രമോദിക്കെതിരായ എല്ലാ സമരങ്ങളും ഇന്ത്യൻ തെരുവുകളിൽ രൂപം കൊള്ളുന്നത്. അല്ലാതെ നരേന്ദ്രമോദി ഒരു കുഴപ്പവും കാണിച്ചിട്ടല്ല. ഈ രാജ്യത്തെ സാധാരണക്കാരനായവന് ഒരു കക്കൂസോ കുളിമുറിയോ ഉണ്ടാക്കാനുള്ള ധനസഹായം ചെയ്തത് ജനവിരുദ്ധതയാണോ? ഈ നാട്ടിലെ സാധാരണക്കാരന് സൗജന്യമായി ഗ്യാസ് എത്തിച്ചു കൊടുത്തത് ജനദ്രോഹ നടപടിയാണോ? നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഇന്ത്യയിലെ 18,536 ഗ്രാമങ്ങൾ, നിങ്ങൾ ആലോചിക്കണം, 60 വർഷം നമ്മളെ ഭരിച്ചു. മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് 60 വർഷത്തെ ഭരണം
18,536 ഗ്രാമങ്ങൾ സമ്പൂർണമായ ഇരുട്ടിലായിരുന്നു കഴിഞ്ഞ 60 വർഷമായി. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോഴാണ് ഈ 18,536 വില്ലേജുകളിലും വൈദ്യുതി എത്തിച്ചത്. ഇതാണ് മോദി ചെയ്ത ജനദ്രോഹം. ഇതാണ് മോദിയുടെ കുഴപ്പം. സാധാരണക്കാരന് വീട് നൽകി. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ നാട്ടില് സൗജന്യമായി വീടുകൾ നൽകിയവരുടെ എണ്ണം 2009 മുതൽ 2014 വരെയുള്ള മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 25 ലക്ഷം പാവങ്ങൾക്കാണ് സൗജന്യമായി വീട് നൽകിയത് എങ്കിൽ നരേന്ദ്രമോദിയുടെ കേവലം 5 വർഷത്തെ ഭരണം കൊണ്ട് 1.53 കോടി ആൾക്കാർക്കാണ് സൗജന്യമായി വീട് നൽകിയത്. ഇതാണോ നരേന്ദ്രമോദി ചെയ്ത ജനദ്രോഹം? പറയണം. നിങ്ങള് മോദിയെ വിമർശിക്കുന്നവര് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കണം. മോദിയുടെ ഭരണത്തെ പറ്റി നിങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അല്ലാതെ ഉമ്മാക്കി കാണിച്ച് തെരുവിലിറങ്ങി മസിൽ വരട്ടി കാണിച്ചാലൊന്നും അങ്ങ് വിരണ്ടു പോകുന്നവരല്ല ദില്ലി ഭരിക്കുന്നത് എന്ന് ഈ കലാപകാരികൾ ശ്രദ്ധിക്കണം. ഞാനത് ചോദിക്കട്ടെ, മോദി അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഈ രാജ്യത്തെ ഏത് നഗരത്തിലായിരുന്നു ഭീകരാക്രമണം ഇല്ലാത്തത്? ബാംഗ്ലൂരിലും ചെന്നൈയിലും ദില്ലിയിലും കാൺപൂരിലും നാഗപ്പൂരിലും കാശ്മീരിലും ശ്രീനഗറിലും ഒക്കെ പടക്കം പൊട്ടുന്നത് പോലെ ദിവസേന തീവ്രവാദ ആക്രമണങ്ങളായിരുന്നില്ലേ? എവിടെ പോയി തീവ്രവാദികൾ? കഴിഞ്ഞ 6 വർഷമായി ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നഗരത്തെ ലക്ഷ്യം വെക്കാൻ ഈ നാട്ടിലെ ഏതെങ്കിലും, ലോകത്തെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് നരേന്ദ്രമോദി വ്യത്യസ്തനാകുന്നത്. അവിടെയാണ് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി നാം കാണേണ്ടത്. അപ്പൊ മോദി സർക്കാർ കഴിഞ്ഞ 6 വർഷമായി ഭരിക്കുമ്പോ സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം, ഭരണമില്ലാത്തതിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ മോദിയെ എങ്ങനെയും താഴെ ഇറക്കണം. നമ്മൾ കണ്ടില്ലേ, മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം 2014 അദ്ദേഹം കറാച്ചിയിൽ സന്ദർശനം നടത്തി. കറാച്ചിയിലെ ഒരു സാഹിത്യ ഫെസ്റ്റിൽ പങ്കെടുത്തു, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് മണിശങ്കർ അയ്യർ പറഞ്ഞത് നരേന്ദ്രമോദി അധികാരത്തിൽ എത്താതിരിക്കാൻ പാകിസ്ഥാൻ കോൺഗ്രസിനെ സഹായിക്കണമെന്ന. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ രാജ്യത്തിന്റെ ദേശീയ സംഘടന എന്നറിയപ്പെട്ട കോൺഗ്രസിന് വന്ന ഒരു ഗതികേട്. ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനമായിരുന്നില്ലേ കോൺഗ്രസ്? പാകിസ്ഥാനിൽ പോയി സഹായം ചോദിക്കുകയാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ. എന്താ മോദി ചെയ്ത കുറ്റം? മോദി എല്ലാവർക്കും വീട് കൊടുത്തു, മോദി എല്ലാവർക്കും ഗ്യാസ് എത്തിച്ചു, എല്ലാ വീടുകളിലും കരണ്ട് എത്തിച്ചു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്ത് 70% വീടുകളിൽ മാത്രമേ വൈദ്യുതി ഉണ്ടായിരുന്നുള്ളൂ. 6 വർഷം കൊണ്ട് 100% വീടുകളിലും വൈദ്യുതി എത്തി, മുഴുവൻ വില്ലേജുകളിലും വൈദ്യുതി എത്തി, എല്ലാവർക്കും സൗജന്യമായി കക്കൂസ് കിട്ടി, എല്ലാവർക്കും സൗജന്യമായി ഗ്യാസ് കിട്ടി, എല്ലാ വീടുകളിലും സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്നു. എന്തേ 60 വർഷം ഭരിച്ച ഒരു ഭരണാധികാരിയുടെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയാതെ പോയത്? അപ്പൊ ഇവർ ആർക്കു വേണ്ടിയാണ് ഭരിച്ചിരുന്നത് ഈ നാട്? നാം ചോദിക്കണ്ടേ, ഈ നാട് നിങ്ങൾ ആർക്കു വേണ്ടിയാ ഭരിച്ചത്? എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ 120 കോടി ജനങ്ങൾ, 130 കോടി ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലും പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്ന് നട്ടം തിരിയുമ്പോ ഞാനും എന്റെ മകനും മാത്രം മതി എന്ന സങ്കുചിതമായ ചിന്തയിലേക്ക് ഒരു പ്രസ്ഥാനം അധപ്പതിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ പാപ്പരത്വം കൊണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരനായ കോൺഗ്രസുകാരന് അത് ചോദ്യം ചെയ്യാനുള്ള തണ്ടലില്ലാത്തത് കൊണ്ട്. കോൺഗ്രസുകാരന് തന്റേടമുണ്ടോ നിങ്ങളുടെ പാർട്ടിയിലെ കുടുംബാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ? നിങ്ങൾക്ക് ചോദിക്കാൻ തന്റേടമുണ്ടോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് 60 വർഷം ഭരിച്ചിട്ട് ഈ നാട്ടിലെ എല്ലാ വീടുകളിലും സൗജന്യമായി കുടിവെള്ളം എന്തുകൊണ്ട് എത്തിച്ചില്ല? എന്തുകൊണ്ടാണ് ഇവർക്ക് കരണ്ടില്ലാതെ പോയത്? നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ ദേശീയപാതകളുടെ പണി ഒരു ദിവസം 13 കിലോമീറ്റർ വീതമാണ് പുതിയതായി ദേശീയപാത പണിതുകൊണ്ടിരുന്നത്. 13 കിലോമീറ്റർ.
നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നാം ഈ സംസാരിക്കുന്ന 2021 ഒരു ദിവസം 28.5 കിലോമീറ്റർ ദേശീയപാതയാണ് ഈ രാജ്യത്ത് പുതിയതായി പണിതുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ മാറ്റം? അതോ ഇത് ജനദ്രോഹ നടപടിയാണോ? നിങ്ങൾ പറയണ്ടേ? നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കണ്ടേ? എങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിരവധി ലിസ്റ്റുകളാണ്. ഈ 60 വർഷം ഭരിച്ചവരുടെ ഒന്നും ശ്രദ്ധ സാധാരണക്കാരനിലേക്ക് പതിഞ്ഞില്ല. നമ്മളുടെ ശ്രദ്ധ മറ്റു പലതിലുമായിരുന്നു. നാം ഇത്രകാലം ഭരിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കുന്നു ഈ രാജ്യം. ചരിത്രത്തിൽ ആദ്യമായ ഒരു പ്രധാനമന്ത്രി സാധാരണക്കാരന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ല, മറിച്ച് പ്രധാന സേവകനാണ്. ഞാൻ നിങ്ങളുടെ സേവകനാണ്. ഞാൻ ഈ രാജ്യത്തിന്റെ പൊതുമുതൽ കട്ട് തിന്നില്ല എന്ന് മാത്രമല്ല, ഒരാളെയും കക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. കഴിഞ്ഞ 6 വർഷമായില്ലേ 1 രൂപയുടെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് കല്യാണമുണ്ടായോ? എത്രയെത്രയാ പ്രസ്ഥാനങ്ങള്, എത്രയെത്രയാ മാധ്യമങ്ങള്, അന്താരാഷ്ട്ര ഏജൻസികള്, പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ ആരൊക്കെയാ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കാത്തിരിക്കുന്നത്? ഇത്രയും ശത്രുക്കള് അവരുടെ 2 കണ്ണും 2 കാതും തുറന്ന് 24 മണിക്കൂറും നരേന്ദ്രമോദി സർക്കാരിനെ മോണിറ്റർ ചെയ്തിട്ടും, നിങ്ങളുടെ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയിട്ടും, നിങ്ങളുടെ വാന നിരീക്ഷണ ബുദ്ധി ഉപയോഗിച്ച് ഈ ടെലസ്കോപ്പിൽ കൂടെ നോക്കിയിട്ടും എന്തേ 1 രൂപയുടെ അഴിമതി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരോപിക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയാതെ പോയത്? അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, നമ്മുടെ ഭരണം അവസാന വരിയിൽ നിൽക്കുന്ന അവസാന ആളിന് വേണ്ടിയാണ്. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. മോദി പറഞ്ഞില്ലേ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ശത്രു ഹിന്ദുക്കളല്ല, ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ ശത്രു മുസ്ലിമുമല്ല, മറിച്ച് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ശത്രു ദാരിദ്ര്യമാണ്. നിങ്ങൾ പടപെടുവേണ്ടത് ദാരിദ്ര്യത്തിനെതിരെയാണ്. നിങ്ങൾ പടപെടുവേണ്ടത് നിരക്ഷരതയ്ക്കെതിരെയാണ്. നിങ്ങൾ പടപെടുവേണ്ടത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ്, അഴിമതിക്കെതിരെയാണ്, തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ്. അതാണ് കഴിഞ്ഞ 6 വർഷമായി നരേന്ദ്രമോദി നമുക്ക് കാണിച്ചു തന്നത്. ഈ സമയത്ത് കേരളത്തിന്റെ അവസ്ഥ എന്താ? കഴിഞ്ഞ 4.25 വർഷമായി കേരളത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ നമ്മുടെ ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നുണ്ട്, കേരളമോ 1-ാം നമ്പറാണ് പോലും. എവിടെയാണ് 1-ാം നമ്പർ? കേരളം 1-ാം നമ്പറാണ്, ഞങ്ങൾ സമ്മതിക്കുകയാണ്. അതിലെന്താണ് ഈ മേലിലടിക്കുന്ന CPIM-നോ പിണറായി വിജയനോ പങ്കെന്താണുള്ളത്? കേരളം 1-ാം നമ്പറായിട്ടുണ്ട് എങ്കിൽ നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അയ്യൻകാളിയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യമായ നവോത്ഥാനത്തിന്റെ കാര്യത്തിലാണ് കേരളം 1-ാം നമ്പർ. കേരള മോഡൽ എന്ന് പറയുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെ നിങ്ങളുടെ ബംഗാൾ മോഡൽ? കേരളത്തിൽ നിങ്ങൾ 5 വർഷം കൂടുമ്പോൾ മാറി മാറിയല്ലേ ഭരണത്തിൽ വരിക? നേരെ മറിച്ച് ബംഗാളിലോ നിങ്ങൾ 35 വർഷം തുടർച്ചയായി ഭരിച്ചില്ലേ? 35 വർഷം ഭരിച്ച ബംഗാളിന് ഒരു ബംഗാൾ മോഡൽ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? ഇന്ന് നമ്മളെയൊക്കെ ബംഗാളികളെന്ന് കേട്ട പുച്ഛമാ അല്ലെ മലയാളിക്ക്? നമ്മളെയൊക്കെ വീട്ടിൽ കക്കൂസിന് കുഴിയെടുക്കാൻ വരുന്നവൻ, തേങ്ങയിടാൻ വരുന്നവൻ, വാഴയ്ക്ക് വളമിടാൻ വരുന്നവനൊക്കെ ബംഗാളിയാ. ബംഗാളി എന്ന് കേട്ട മലയാളിക്ക് പുച്ഛമായി മാറി തുടങ്ങി. ആരായി ബംഗാളി? രാമകൃഷ്ണദേവന്റെ, സ്വാമി വിവേകാനന്ദന്റെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ, സുഭാഷ് ചന്ദ്രബോസിന്റെയൊക്കെ അതേ രക്തമാണ് ഇവിടെ വരുന്ന ബംഗാളിക്ക്. അവരുടെ രക്തമല്ലേ അവരുടെ സിരകളിൽ ഓടുന്നത്? പക്ഷേ അവരെ ഈ കക്കൂസ് വെട്ടികളും അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നവനും എന്താ പറയുക റിക്ഷ വലിക്കുന്നവനുമൊക്കെയാക്കി അധപ്പതിപ്പിച്ചതാരാ? എന്തുകൊണ്ടാ 35 വർഷം ഭരിച്ച ബംഗാളിൽ നിങ്ങൾക്കൊരു മോഡൽ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ പോയത്? അപ്പോ നിങ്ങൾക്ക്
മോഡൽ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ പോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഭരണത്തിന്റെ പരാജയമാണ്. കേരളത്തിൽ വന്ന് 1-ാം നമ്പർ എന്ന് പറഞ്ഞിട്ട് കഥയില്ല. കേരളത്തിന്റെ 1-ാം നമ്പർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കുത്തകയൊന്നുമല്ല. കേരളത്തിന്റെ സാമൂഹികമായ സാഹചര്യങ്ങളിൽ കൂടിയാണ് കേരളം 1-ാം നമ്പർ ആയിട്ടുണ്ട് എങ്കിൽ നിലനിൽക്കുന്നത്. 1956 1-ാം EMS സർക്കാർ അധികാരത്തിൽ വരുമ്പോ ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ നിരക്കുള്ള സംസ്ഥാനമായിരുന്നു കേരളം. ഏറ്റവും ശുചിത്വമാർന്ന സംസ്ഥാനമായിരുന്നു കേരളം. ശിശുമരണ നിരക്ക് കുറവ്, ഭ്രൂണഹത്യകൾ കുറവ് തുടങ്ങി കേരളത്തിന് തനതായി ഒത്തിരി നേട്ടങ്ങൾ 1956 തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിയുടെയോ പിണറായിയിലെ മുണ്ടയിൽ കോരന്റെ മകൻ വിജയന്റെയോ ഒന്നും സംഭാവനയല്ല ഈ 1-ാം നമ്പർ കേരളം. 1-ാം നമ്പറായി കേരളം മാറിയിട്ടുണ്ട് എങ്കിൽ അത് ഈ നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശ്രമഫലമായാണ്. അതാണ് എന്ന് പറഞ്ഞത്. നാരായണഗുരുദേവൻ, പട്ടവിസ്വാമി, അയ്യന്മാരെയൊക്കെ ഉണ്ടാക്കിയെടുത്ത നവോത്ഥാനത്തിന്റെ തോളിൽ കയറി നിന്ന് ഇവര് പേരിനടിക്കുകയാണ് കേരളം 1-ാം നമ്പറാണെന്ന് പോലും. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം നരബലി ഇതേ കേരളത്തിലാണ് സംഭവിക്കുന്നത്. കേരളത്തിന്റെ കുറ്റങ്ങൾ എണ്ണാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്ക് എടുക്കാനുള്ളത് കഴിഞ്ഞ 6 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണമാണ്. നിങ്ങൾ താരതമ്യം ചെയ്യണം. കഴിഞ്ഞ 6 വർഷമായി ഈ രാജ്യത്തുണ്ടായ നേട്ടം, കഴിഞ്ഞ 6 വർഷമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായ മാറ്റം, ഇത് താരതമ്യം ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഒരു ജനകീയ സർക്കാരും ജനദ്രോഹ സർക്കാരും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 5 വർഷമായി പിണറായി വിജയൻ ഭരിച്ചത് ആർക്കു വേണ്ടിയാ? അവരുടെ പാർട്ടിക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും മക്കൾക്കും വേണ്ടി മാത്രം.